ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി കോംബോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പർദീസ ചിക്കനും ആട്ട പത്തിരിയാണ്. വേണമെങ്കിൽ ആട്ട പൊറോട്ട എന്ന് വിളിക്കാം. ആ പേര് പോലെ തന്നെ പർദീസ ചിക്കൻ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരു സാദാ ചിക്കൻ റോസ്റ്റ് പോലെയൊന്നുമല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അതുപോലെ ഉള്ളി, സബോള തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ ഏത് പാനിലാണോ ചിക്കൻ കുക്ക് ചെയ്യുന്നത് അതേ പാൻ തന്നെ എടുക്കുക. അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുക. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ചിക്കൻ ക്യൂബും കൂടി ചേർക്കുക. കൂടെ 3 പച്ചമുളകും കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. ഇനി ഒരു മുഴുവൻ നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്, 750 ഗ്രാം ചിക്കനും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മസാലകളെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ആ മീറ്റ് മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് കാഷ്യൂ പേസ്റ്റ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 25 കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കുക. ഇനി ഫ്ലെയിം ഓണാക്കിയ ശേഷം ആ പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് അത് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടി ഒന്ന് ഇറങ്ങി കുറച്ച് വെള്ളമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ചിക്കനൊക്കെ വെന്ത് വരുമ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വരും. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈ കാഷ്യൂ കൂടെ ചേർക്കുന്നതുകൊണ്ട് കറി നന്നായിട്ട് കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അതിൻ്റെ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ക്യൂബ് ചേർത്തത് കൊണ്ട് അതിൽ കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് അത്യാവശ്യം ഉപ്പുണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അതുപോലെ ഉള്ളി, സവോളയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ആട്ട പൊറോട്ടയും കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 3.5 കപ്പ് ആട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു മുട്ട, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. കൂടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരളവിൽ നമുക്ക് 12 പത്തിരിയാണ് കിട്ടുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഇളം ചൂട് പാലൊഴിച്ച് കൊടുക്കുക. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കുക. പാല് മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മളിത് ചുട്ട് വരുമ്പോൾ. ഇനി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കുഴച്ച് വെച്ച് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക. ചപ്പാത്തിയുടെ മാവിനെക്കാട്ടിൽ കുറച്ചും കൂടി വലിപ്പത്തിലായിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി അത് വീണ്ടും ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. നിങ്ങളുടെ വർക്കിംഗ് സ്പേസിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഓയിലിട്ട് നിങ്ങൾക്കിത് പരത്തിയെടുക്കാം. ഓയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈദ ഇട്ടത്. ഇനി അത് മാക്സിമം നൈസായിട്ട് പരത്തിയെടുക്കാം. എത്രത്തോളം നൈസാക്കി പരത്തിയെടുക്കാവോ അങ്ങനെ പരത്തിയെടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. കുറച്ച് ഫ്ലേക്കി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൈദ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. അതിനുശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പിസ്സ കട്ടറോ വെച്ച് നന്നായിട്ട് അതൊന്ന് കീറി കൊടുക്കുക. മുഴുവനായിട്ട് ഒന്ന് വരയിട്ട് കൊടുക്കുക. അതിനുശേഷം അത് ഒരു സ്ക്രേപ്പറോ ഒരു കത്തിയോ ഉപയോഗിച്ച് നന്നായിട്ട് അതൊന്ന് ഒരുമിച്ചെടുക്കുക. ഇനി അതൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു പൊറോട്ടയൊക്കെ ചുറ്റിയെടുക്കുന്നത് പോലെ ചുറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. മുഴുവൻ മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കിയ മാവ് ഓരോന്നായിട്ട് അതിൽ അടുക്കി വെക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് വീണ്ടും ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി അതിന് ശേഷം നമുക്കൊന്ന് പരത്തി വെക്കാം.
വീണ്ടും കുറച്ച് മൈദ ഇട്ടതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് കനം കുറഞ്ഞു പോരുത്. നമ്മുടെ പൊറോട്ടയുടെയൊക്കെ പോലെ കുറച്ച് കട്ടിയിൽ വേണം അതൊന്ന് പരത്തിയെടുക്കാൻ. ഇനി അതൊന്ന് ചുട്ടെടുക്കാം. ഒരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ബബിൾസ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അപ്പുറത്തെ സൈഡിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ മൊരിച്ചെടുക്കുക. ഒരേ സൈഡ് ഒരുപാട് സമയം ഇടാതെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും ഈ ഒരു പത്തിരി. ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണിത്. ഇനി അത് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരുപാട് അടിക്കേണ്ട കാര്യമില്ല. 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷും അതിൻ്റെ കൂടെയുള്ള ഈ ആട്ടാ പത്തിരിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് കാണാം. അതുവരെ